എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തേങ്ങ അരച്ച നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ മീൻകറിക്കായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പല്ലിമീനാണ്. നിങ്ങളുടെ നാട്ടിലെ ഈ ഒരു മീനിന് പറയുന്ന പേരെന്താന്ന് എനിക്കറിയില്ല. ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുമ്പോൾ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് നല്ലൊരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിലാണ് മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ചെറിയ അരമുറി നാളികേരം തിരുമ്മിയെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 സ്പൂൺ അളവില് മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മീൻകറി തയ്യാറാക്കുമ്പോൾ നാളികേരം കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാകും. അതുപോലെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നതും. കറിക്ക് എരിവ് കൂടുതൽ വരുമ്പോഴാണ് മീൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ കറി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത്, ഇഞ്ചി മൂത്ത് തുടങ്ങിയാൽ 15 കൊച്ചുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റാം. ഉള്ളിയുടെ അളവൊന്നും തന്നെ കൂടി പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി മുരിഞ്ഞൊന്ന് പാകായി വന്നാൽ പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടെ ചേർക്കാം. പച്ചമുളക് ഞാൻ ഇതുപോലെ കൈകൊണ്ട് ഒടിച്ചാണ് ചേർക്കുന്നത്. വീണ്ടും നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്ക് ഈ അരപ്പൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. അരപ്പിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെയും നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പ് വഴണ്ട് തുടങ്ങുന്ന സമയത്ത് കറിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാൻ. വഴറ്റുന്ന അരപ്പിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് അരപ്പ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്തും ചാറ് നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ അരപ്പിലേക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള കുടംപുളിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പ് നല്ല പോലെ വെട്ടിത്തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി തിളച്ച് വരുന്നത് വരെയും അരപ്പ് ഇളക്കി തിളപ്പിച്ചെടുത്താൽ കറി പിരിയാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. കറി പിരിയാതെ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കറി കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലപോലെ വെട്ടി തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള മീന് വേവ് കുറവായത് കൊണ്ട് അരപ്പ് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്തായിരിക്കണം മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് തിളക്കുമ്പോൾ തന്നെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. കറി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചാണ് നമുക്ക് കറി തിളപ്പിച്ചെടുക്കേണ്ടത്. കറി തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഇനി നമുക്ക് കറി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. കറി വെട്ടി തിളച്ചൊന്ന് പാകായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചാണ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന്റെ ആ ഒരു പാകം നോക്കിയിട്ട് പാചകം ചെയ്തെടുക്കുമ്പോഴാണ് കറികൾക്ക് നല്ല സ്വാദ് കിട്ടുക. ഒരുപാട് നേരം ഫുൾ ഫ്ലെയിമിൽ വെട്ടി തിളപ്പിച്ചു കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു സ്വാദെല്ലാം നഷ്ടപ്പെടാനും സാധ്യത വളരെ തന്നെ കൂടുതലാണ്. കറി നല്ലതുപോലെ വെട്ടി തിളച്ചു തുടങ്ങിയാൽ പിന്നീട് കറിയിലേക്ക് തവിയിട്ട് ഇളക്കി കൊടുക്കരുത്. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത്
വേവിച്ചെടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ കറിയുടെ പാചകം തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി പാകമായും കിട്ടിയിട്ടുണ്ട്. ഇനി കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ടൊന്ന് കീറിയതിന് ശേഷം ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഈ കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി ദാ ഇതുപോലെയാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. മീൻകറിയുടെ ചാറെല്ലാം നല്ല കുറുകിയ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. അരപ്പൊക്കെ വറ്റി മീനിലേക്ക് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് മീൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും ഇതേ ഒരു രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കണം. കറി ഇന്ന് തയ്യാറാക്കിയാൽ നാളത്തേക്കാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.